എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ, റഷ്യ എന്നല്ല ഏത് വിദേശ രാജ്യത്തേക്ക് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് പോവുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത്രയധികം ഇന്ത്യക്കാർക്കെതിരെ വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് എന്നെ കുറച്ച് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ നിന്നും റഷ്യയിലേക്ക് വന്നു. പക്ഷെ ഈ വന്ന സമയത്ത് ഇവർക്ക് റൂമിനായിട്ട് ഞാൻ ഒരു 2-3 അപ്പാർട്ട്മെന്റുകൾ അന്വേഷിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പാർട്ട്മെന്റ് തരാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഞാൻ കുറേ അന്വേഷിച്ചു, എവിടെയും കിട്ടാനില്ല. അങ്ങനെ ഒരു അർമേനിയൻസിൻ്റെ അവിടെ വലിയൊരു നല്ല അടിപൊളി നല്ല സൂപ്പർ അപ്പാർട്ട്മെന്റ് എനിക്ക് അവിടെ കണ്ടെത്താൻ പറ്റി. അപ്പോൾ അർമേനിയൻസിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച സമയത്ത് ഓക്കെ, അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് എൻ്റെ പാസ്പോർട്ടും എൻ്റെ രേഖകളൊക്കെ കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ഞാൻ എടുക്കാന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വ്യക്തി ഞാൻ അതുവരെ ഈ ആളുകൾ ഇവിടെ ഹോട്ടലുകളിൽ ഗസ്റ്റ് ഹൗസുകളിലൊക്കെ താമസിപ്പിച്ചിരുന്നു. ആ സമയത്ത് അതിനുശേഷം ഈ ഗസ്റ്റ് ഹൗസിന്റെ ഇവിടെയുള്ള ഹോട്ടലുകളൊക്കെ എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്നുള്ളത് റഷ്യയിലുള്ള ആളുകൾക്ക് സംബന്ധിച്ച് അവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്നുള്ളത്. അങ്ങനെ ഈ അർമേനിയൻസിന്റെ അടുത്ത് ഒരു പെർ പേഴ്സൺ പെർ ഹെഡ് ഒരാൾക്ക് 10,000 റൂബിളാണ് അയാൾ റേറ്റ് ചോദിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു ഡൊമെട്രി ആയിട്ടുള്ള ഒരു റൂമിൽ ഒരു 4 പേർക്ക് കിടക്കാൻ പറ്റിയിട്ടുള്ള ഒരു പെർ ഹെഡിന് 10,000 വെച്ച് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു ഞാൻ അയാളോട് ഓക്കെ എഗ്രി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ പുള്ളിൻ്റെ അടുത്ത് ഞാൻ ഒരു 2 ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ പോയ സമയത്ത് ഇയാൾ എൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലേ, അപ്പം ഞാൻ നിന്റെ പാസ്പോർട്ട് കണ്ട സമയത്ത് നീ ഇവിടുത്തെ ഒരു സിറ്റിസൺ ആയത് കൊണ്ടാണ് ഞാൻ നിനക്ക് ഇവിടെ റൂം തരാം എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പം വന്നിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ട് എനിക്ക് റൂം തരാൻ പറ്റില്ല, നിർഭാഗ്യവശാൽ നിങ്ങൾ വേറൊരു റൂം നോക്കിക്കോ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ സമ്മതിച്ചല്ലേ, എന്നിട്ട് എന്തിനാണ് വീണ്ടും മാറ്റി പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്സിന് വേറെ അപ്പാർട്ട്മെന്റുകളുണ്ട്, അതായത് റൂംസും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ ഒരു വില്ലയുണ്ട്. അപ്പോൾ ആ വില്ലയിൽ നേരത്തെ ഇന്ത്യൻസ് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ വ്യക്തിയെ വിളിച്ചു അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ ഈ ഒരു വില്ലയിൽ കുറച്ച് ഇന്ത്യൻസ് താമസിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ താമസിക്കുന്നതിന് കുഴപ്പമുണ്ട്. അപ്പം പക്ഷെ ആ നേരത്തെ താമസിച്ച ആ വില്ലയിലുള്ള അതിൻ്റെ ഓണർ ഇദ്ദേഹത്തോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇന്ത്യൻസിന് ഇവിടെ റൂം കൊടുക്കരുത്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്, വളരെ മോശമായ രീതിയിലാണ് അവിടുത്തെ ബെഡ് കീറുക, അവിടുത്തെ കള്ള് കുടിക്കുക, സിഗരറ്റിന്റെ കുറ്റി വലിച്ചെറിയുക. അതിന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഒന്നും കൂടി കൺവിൻസ് ആവാൻ വേണ്ടി പറയാണ്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടത്തെയുള്ള ആൾ വലിയ സൗണ്ടിൽ ഫോണിലൂടെ സംസാരിക്കുക, രാത്രി മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിലുള്ള വലിയ ലൗഡായിട്ട് സംസാരിക്കുക, വീട്ടിൽ വിളിച്ച് സംസാരിക്കുക, അവിടെ തല്ലും പ്രശ്നങ്ങൾ ഉണ്ടാവുക. പിന്നെ അതുകൂടാതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അവിടുത്തെ ഒരു സെക്യൂരിറ്റി, അവിടുത്തെ റഷ്യക്കാരനായിട്ടുള്ള സെക്യൂരിറ്റി ഒരു ഇന്ത്യൻസിനെ ചവിട്ടി പുറത്താക്കി. അതായത് ഒരു പഞ്ചാബിക്കാരനെ ചവിട്ടി അവിടുന്ന് ചവിട്ടി കൂട്ടുകയെന്നൊക്കെ പറയില്ല, അതുപോലെ ചവിട്ടി കൂട്ടാക്കിയിട്ട് അവൻ കെട്ടും പേഗും എടുത്തിട്ട് ഓടുകയാണ് ചെയ്തതെന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യൻസിന് റൂം കൊടുക്കരുതെന്ന് ഇദ്ദേഹത്തോട് ഇയാൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ സാഹചര്യത്തിന്റെ പുറത്താണ് ഇയാൾ എന്നോട് പറയാണ് ഇന്ത്യൻസിന് റൂം ഇവിടെ തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എല്ലാ ഇന്ത്യൻസും ഒരേപോലെയല്ല, എല്ലാവർക്കും ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. ആ രാജ്യത്ത് ഒരുപാട് മോശമായിട്ടുള്ള കൾച്ചറിലും മോശമായിട്ടുള്ള രീതിയിലും ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. പക്ഷേ ഇവരെ ആ കണത്തിൽ കൂട്ടരുത്, നിങ്ങൾ ദയവ് ചെയ്ത് അത് വിശ്വസിക്കരുത്. കാരണം ഇവർ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആണ്, ഇവർ റൂം ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ ഞാൻ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ കൺവിൻസ് ആയിരുന്നു. എന്നിട്ടും അയാൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനുശേഷം ഞാൻ വീണ്ടും ഇവർക്ക് വേണ്ടി റൂം, കാരണം ഈ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതനുസരിച്ച് ഇതിന്റെ റേറ്റ് കൂടി വരികയാണ്, വലിയൊരു എക്സ്പെൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ദിവസം തന്നെ പെർ ഹെഡ് 800, 1200, 1500 റേറ്റാണ് ഒരു ദിവസം ഒരാൾക്ക് അവിടെ താമസിക്കാൻ വേണ്ടത്. ആ ഒരു റേറ്റ് വലിയൊരു എക്സ്പെൻസ് ആണ് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ ഒരു അർമേനിയയിലെ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. അപ്പോൾ ആ സ്ത്രീയോടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്ത്രീയുടെ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ സ്ത്രീ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ, അപ്പോൾ സ്ത്രീക്കും
താല്പര്യമില്ല. ഇന്ത്യൻസ് ആണെങ്കിൽ അവരുടെ അപ്പാർട്ട്മെന്റുകളിൽ ആഫ്രിക്കൻസും കാര്യങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. ഈ നേരത്തെ താമസിച്ച അപ്പാർട്ട്മെന്റിൽ ആഫ്രിക്കൻസ് താമസിക്കുന്നുണ്ട്. ആഫ്രിക്കൻസിന് അവർ റൂം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇന്ത്യൻസിനെ എത്രത്തോളം വെറുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ അർമേനിയ എന്നല്ല എല്ലാ രാജ്യക്കാരും, ഞാനൊക്കെ റഷ്യയിൽ വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ റൂം കിട്ടും. ഇന്ത്യൻസിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്ത്യൻസ് കൂടി വരുന്നത് കാരണം തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ റഷ്യയിൽ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയും റൂം കിട്ടാനില്ല. റൂമിനൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മുടെ സ്വഭാവം, നമ്മുടെ ഒരു മൈൻഡ്, നമ്മുടെ ഒരു ക്യാരക്ടറും ഇന്ത്യയിൽ നിന്ന് വളർന്നു വന്ന ഒരു മെന്റാലിറ്റിയൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെയല്ല. ഇവിടുത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു രാജ്യത്ത് വരികയാണ്, ഏത് രാജ്യത്ത് പോകണമെങ്കിൽ അവിടുത്തെ ആ ഒരു കൾച്ചറുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മുടെ കൾച്ചർ അവിടെ കൊണ്ടുവന്നിട്ട് ഇതാക്കിയല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം കിട്ടാൻ എവിടെയും ഒരു വഴിയുമില്ല. അങ്ങനെ അവസാനം ഈ പെണ്ണുങ്ങളെ കാലോ കയ്യോ പിടിച്ചിട്ട് അവർക്ക് റൂം സെറ്റാക്കി. എന്നിട്ട് അവർ കേരളത്തെക്കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തു. റഷ്യൻ ലാംഗ്വേജിൽ പല കാര്യങ്ങളും ഇന്റർനെറ്റിൽ അടിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ആ റൂം സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇപ്പം കഴിഞ്ഞ റീസെൻ്റ്ലി ആ പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ചു. ആ പിള്ളേർ നമ്മളെ ആ റൂം സെറ്റ് ചെയ്ത ആ പിള്ളേർ അവിടെ നല്ല രീതിയിൽ റൂം ക്ലീനിങ് ആണ്, റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ സൂക്ഷിച്ചു. അവർ പറയുന്ന പോലെ തന്നെ കേട്ടു അവിടെ റൂമിൽ നിന്നു. പക്ഷെ ആ പെണ്ണുങ്ങൾ വീണ്ടും എന്നെ വിളിച്ചു കുറച്ച് ദിവസം മുമ്പ്. ജസ്റ്റ് നിന്റെ ആരെങ്കിലും ആളുകൾ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് റൂം തരാൻ എനിക്ക് തയ്യാറാണ്. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയണ ആ ഒരു ആൾക്കാരോട് എനിക്ക് വളരെയധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം അവർ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ റൂം സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നിന്റെ ആൾക്കാർക്ക് ഞാൻ റൂം തരാൻ തയ്യാറാണ് എന്നുള്ളത്. അതുപോലെ ഒരുപാട് നോർത്തുനിന്നും അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കേരളം ഒഴിച്ച് പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പല പ്രോബ്ലംസ്. അവരുടെ പഞ്ചാബി ഡാൻസ് എന്ത് മണ്ണാങ്കട്ട തൊലിയൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. മോസ്കോ സെൻട്രലിലൊക്കെ ഡാൻസ് കളിക്കുകയാണ് അവരെ പഞ്ചാബിയിൽ വിട്ട് പാട്ടൊക്കെ വെച്ചിട്ട്. എങ്ങനെ ആളുകൾ ഇത് അംഗീകരിക്കും? ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. മറ്റു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ആ രീതിയിൽ നിൽക്കുക. നിങ്ങൾ അവരെക്കാളും വലിയ ഒരാളെന്നുള്ള രീതിയിൽ ഒരു അഹങ്കാരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചവിട്ടി നിങ്ങളെ പുറത്താക്കും. അപ്പം നിങ്ങൾക്ക് പിന്നെ ഇത് റഷ്യയാണ്. കാരണം നിങ്ങൾ രാത്രി പുറത്താക്കി കഴിഞ്ഞാൽ ഈ തണുപ്പത്തൊക്കെ പോയി കഴിഞ്ഞാൽ മരവിച്ച ഐസാവും. അത് എത്ര വലിയ ഗുണ്ടയായാലും ശരി, വലിയ ഗാങ്സ്റ്റർ ആയാലും ശരി, ഇന്ത്യ വിറപ്പിക്കുന്ന ഗുണ്ടയായാലും ശരി, തണുത്ത് -30 -40 ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ ജാക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ അവൻ ഐസായി രാവിലേക്ക് ഡെഡ് ആവും. ഈ റഷ്യ എന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഈ ഈ വോഡ്ക അങ്ങനത്തെ അടിച്ച് പിന്നെ രാത്രി എവിടെയെങ്കിലും വഴിവക്കിൽ വീഴും. അപ്പം വീഴുന്ന സമയത്ത് രാത്രി ബ്ലഡ് കോട്ടാവും, ആളുകൾ രാവിലേക്ക് ഡെഡ് ആവും. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളെ ഗുണ്ടായിസോ അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ആളുകളുടെ മുമ്പിൽ കുതിര കയറാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് പണി കിട്ടാൻ പോകുന്നത്. 100% എത്ര വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുണ്ടയായാലും ശരി, റഷ്യക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് മുട്ടാൻ പറ്റൂല എന്നുള്ളത് ഞാൻ 100% എഗ്രിമെന്റ് എഴുതിയിട്ട് ഒപ്പിട്ട് തരാം. കാരണം അവരെ ഒരു തൊലിക്കട്ടിയും അവരുടെ ആ ഒരു പവറൊന്നും എത്ര ഇന്ത്യൻസിനും 100% വിചാരിച്ചാലും നടക്കത്തില്ല. കാരണം ജനിച്ചത് മുതൽ ജുഡോ, കറാട്ടെ, അതേപോലെ തന്നെ മാർഷൽ ആർട്സിലൊക്കെ അഗ്രഗണ്യന്മാരാണ് അവർ. അതുകൂടാതെ അവർ നല്ല രീതിയിലാണെങ്കിൽ വളരെ മാന്യമായിട്ടാണ് എല്ലാവരുടെ പെരുമാറുക. അതല്ലാതെ അവരോട് കുതിര കയറാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ അവർ നിങ്ങളെ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ രാത്രിയൊക്കെ -30 ആണെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. അത് എത്ര വലിയ ഗുണ്ടായിസം ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിച്ചതൊന്നും കാര്യമില്ല. പെട്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളൊന്നും കൺവിൻസ് ചെയ്യാൻ വിളിക്കുക. അപ്പോൾ മറ്റു രാജ്യത്ത് പോകുമ്പോൾ അവരുടെ കൾച്ചറും അവരുടെ മൈൻഡ് സെറ്റും അവരുടെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ ശ്രമിക്കുക. ഇന്ത്യയുടെ ആ നിങ്ങളുടെ ഒരു മനോഭാവം അവിടെ കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ കേരളക്കാരോട് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കേരളക്കാർക്ക് അറിയാം, ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി അവരുടെ ആ ഒരു രീതിയിൽ പോകാൻ വേണ്ടി അറിയാം. പക്ഷെ പല നോർത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും ഈ ഒരു ഇത് അറിയത്തില്ല. എന്തോ വലിയ സംഭവമാണ്. ഈ ബംഗാളികളൊക്കെ ഇപ്പം ബാർബികളൊക്കെ തല്ലാൻ പോകുന്നതിൽ കാണുന്നില്ലേ? അവൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പല യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നില്ലേ? അവിടുത്തെ രാജ്യത്ത് പോയിട്ട് അവരെ തല്ലാൻ പോവാണ്. അപ്പോൾ അതൊക്കെ നോക്കുക, അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇന്ത്യക്കാർ ഇപ്പം റഷ്യൻ ജയിലുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി പെടാതിരിക്കുക. നിങ്ങളേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള നല്ല
നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്കുള്ള കൂടുതൽ അറിവുമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.